അപ്പം നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. വെളിച്ചെണ്ണ ചൂടായപ്പം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഒരു 3 സവാള ഇട്ട് കൊടുത്തിക്കണം. അപ്പം നല്ലോണം വഴണ്ടി വരാൻ വേണ്ടിങ്ങാണ്ട് ഒരു സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. സവാള നല്ലോണം വാടി വന്നിട്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇവ ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ട് നമുക്ക് മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ സാദാ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 സ്പൂണ് ഗരം മസാലൻ്റെ പൗഡർ, പിന്നെ കുറച്ച് ചിക്കൻ മസാലൻ്റെ പൗഡറും അത് ഫുള്ള് ചേർത്തിട്ട് മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടില്ലേ അതിട്ടിങ്ങനെ നല്ലോണം പച്ചക്കുത്ത് മാറോളം നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും, ആ വെള്ളം മാത്രം മതി. കണ്ടോ, ഒരു തിളച്ചപ്പോൾ ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിക്കണ്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ ചിക്കൻ കറി സെറ്റായി വന്നിക്കണ്. ഇനി ഇത് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കണമല്ലോ ഒഴിക്കട്ടോ, അപ്പോൾ സംഭവം സൂപ്പറാവും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ ചാനലിലുണ്ട്. താങ്ക്